പ്രിയങ്ക ഗാന്ധിയുടെ കന്നി അംഗത്തിൽ രാഹുൽ ഗാന്ധിയേക്കാൾ ഭൂരിപക്ഷം സമ്മാനിക്കാനായതിന്റെ സന്തോഷത്തിലാണ് UDF ക്യാമ്പ്. വ്യാഴാഴ്ചയാണ് പ്രിയങ്ക ഗാന്ധിയുടെ സത്യപ്രതിജ്ഞ എന്നതാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വിവരം. പാലക്കാട്ടെ മിന്നും ജയത്തിനൊപ്പം ചേലക്കര കൂടി കൈപിടിച്ചിരുന്നെങ്കിൽ സർക്കാരിനെതിരായ ജനവിധിയായി വിലയിരുത്താമായിരുന്നു എന്നതാണ് UDFന്റെ വിലയിരുത്തൽ. അതേസമയം വയനാട്ടിലെ വോട്ട് ചോർച്ച പരിശോധിക്കുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ വ്യക്തമാക്കി. UDF ക്യാമ്പിന്റെ വിലയിരുത്തലുമായി R റോഷിപാൽ നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് ഈവനിംഗ് വിത്ത് സുജയ പാർവതിയിൽ. ഗുഡ് ഈവനിംഗ് R റോഷിപാൽ. ഗുഡ് ഈവനിംഗ് സുജയ. UDF ക്യാമ്പിൽ വലിയ ആവേശമായിരിക്കും. കാരണം പാലക്കാട്ട് മണ്ഡല രൂപീകരണത്തിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധിക്ക്. വയനാട്ടിൽ പോളിംഗ് കുറഞ്ഞെങ്കിലും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയതിനേക്കാൾ ഭൂരിപക്ഷത്തിലേക്ക് എത്തിക്കാനും സാധിച്ചിട്ടുണ്ട്. ഒന്നുകൂടി എന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ 2019 ആ ഒരു ഫലത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാമായിരുന്നു എന്നുകൂടി അവർ ചിന്തിക്കുന്നുണ്ടാകും. നമുക്ക് വയനാട്ടിൽ നിന്ന് തുടങ്ങാം റോഷിപാൽ. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിക്ക് ഈ 7 നിയമസഭാ മണ്ഡലങ്ങളിലുമായി കിട്ടിയ ഭൂരിപക്ഷം അത് ഏത് രീതിയിലാണ്, ഏത് മേഖലകളാണ് കൂടുതലായും പ്രിയങ്കയെ തുണച്ചത്? സുജയ, ഒന്ന് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രിയങ്ക ഗാന്ധി കന്നി അംഗത്തിന് വയനാട്ടിലെത്തിയപ്പോൾ അവിടെയുണ്ടായ മുന്നേറ്റം അത് വലിയ രീതിയിൽ അത് വിജയമായി തന്നെയാണ് കണക്കാക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വേണ്ട രീതിയിൽ പോളിംഗ് നടന്നില്ല. പ്രതികൂല സാഹചര്യത്തിലും ആ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞതിൻ്റെ ഏറ്റവും വലിയ സന്തോഷത്തിൽ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വവും UDF നേതൃത്വവും ഉള്ളത്. വയനാട് പാർലമെൻറ്റ് മണ്ഡലം പരിശോധിച്ചാൽ നമുക്കറിയാം, വയനാട് 3 മണ്ഡലം, അത് മാനന്തവാടി, സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ ഒഴിച്ചു നിർത്തിയാൽ മറ്റ് 4 മണ്ഡലങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട 4 മണ്ഡലങ്ങൾ കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണുള്ളത്. അതിൽ തിരുവമ്പാടി കോഴിക്കോട് ജില്ലയിൽ, മലപ്പുറത്താണെങ്കിൽ വണ്ടൂർ, ഏറനാട്, നിലമ്പൂർ ഉൾപ്പെടെയുള്ള 3 മണ്ഡലങ്ങൾ. ഈ മണ്ഡലങ്ങളിൽ ഉൾപ്പെടെയുള്ള വലിയ വോട്ട് അത് UDFിലേക്ക് ഒഴുകിയെത്തിയത് തന്നെയാണ് ഈ ഭൂരിപക്ഷം വർദ്ധിക്കാൻ പ്രധാനപ്പെട്ട കാരണം. നമുക്കറിയാം, അവിടെ ഉപതെരഞ്ഞെടുപ്പിന് കളം ഒരുങ്ങിയത് മുതൽ തന്നെ UDF സംവിധാനം എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നുണ്ട്. കോൺഗ്രസ് ആണെങ്കിൽ പ്രധാനപ്പെട്ട MP-മാർക്കും MLA-മാർക്കും ഓരോ നിയമസഭാ മണ്ഡലത്തിൻ്റെ ചുമതല നൽകി. മുസ്ലിം ലീഗ് അവരുടെ മണ്ഡലങ്ങൾ, അവർക്ക് സ്വാധീനമുള്ള മലപ്പുറം ജില്ലയിലെ ഏറനാട്, വണ്ടൂർ, ഒപ്പം നിലമ്പൂർ അടക്കമുള്ള കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി അടക്കം മുസ്ലിം ലീഗിന് വലിയ സ്വാധീനമുള്ള മേഖലകളാണ്. ആ മേഖലകളിലൊക്കെ വലിയ രീതിയിൽ ആ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനമുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ഐക്യത്തോടെയുള്ള പ്രവർത്തനമാണ് വയനാട്ടിൽ ഇങ്ങനെ ഒരു ചരിത്ര ഭൂരിപക്ഷത്തിൽ അല്ലെങ്കിൽ വലിയ മുന്നേറ്റം പ്രിയങ്ക ഗാന്ധിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. പലപ്പോഴും പോളിംഗ് ശതമാനം കുറഞ്ഞപ്പോൾ ആ 2 ദിവസങ്ങൾ, ഈ വോട്ടെണ്ണലിനും ഈ തെരഞ്ഞെടുപ്പിനും ശേഷമുള്ള 2 ദിവസം കോൺഗ്രസ് ക്യാമ്പിൽ വലിയ ആശങ്കയായിരുന്നു. കാരണം ഏതെങ്കിലും തരത്തിൽ ഭൂരിപക്ഷം കുറയുമോ എന്നതായിരുന്നു ആശങ്ക. പക്ഷേ അവരുടെ ആശങ്കയ്ക്ക് വിരാമമിട്ട് വലിയ ഭൂരിപക്ഷം തന്നെ പ്രിയങ്ക ഗാന്ധിക്ക് ലഭിച്ചു. ഏതായാലും വ്യാഴാഴ്ച പ്രിയങ്ക ഗാന്ധി MP ആയി സത്യപ്രതിജ്ഞ ചെയ്യും. അതിന് തൊട്ടു പിന്നാലെ തന്നെ പ്രിയങ്ക ഗാന്ധി വോട്ടർമാരെ കാണാനായി വയനാട് മണ്ഡലത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. പ്രിയങ്ക ഗാന്ധിക്ക് അവിടെ വോട്ടർമാർക്കിടയിൽ, പ്രത്യേകിച്ച് സ്ത്രീകൾ, യുവാക്കളടക്കമുള്ള വോട്ടർമാർക്കിടയിൽ വലിയ സ്വാധീനം, വലിയ സ്വീകാര്യത ലഭിച്ചു എന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെ വിലയിരുത്തൽ. കാരണം പ്രിയങ്ക ഗാന്ധി എത്തിയപ്പോൾ തന്നെ അവരുടെ പ്രചരണ രീതി, വ്യത്യസ്തമായ പ്രചരണ രീതി വോട്ടർമാർക്കൊപ്പം ഉണ്ടാകുമെന്ന ഒരു ഫീൽ അവിടെ വോട്ടർമാർക്കിടയിൽ ഉണ്ടായി എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അതിനൊപ്പം പാലക്കാട്ടേക്ക് വയനാട്ടിലേക്ക് വരിക, വിജയിച്ച ശേഷം സത്യപ്രതിജ്ഞ ചെയ്യുന്നു വ്യാഴാഴ്ച. വയനാട്ടിലേക്ക് എന്ന് വരും പ്രിയങ്ക ഗാന്ധി എന്നതാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയേക്കാൾ വ്യത്യസ്തമായ രീതിയിലായിരുന്നു പ്രചാരണ കാലയളവിലൊക്കെ പ്രിയങ്ക ഗാന്ധിയുടെ ആളുകളുമായുള്ള ഇടപെടലാകട്ടെ. മണ്ഡലത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നു. കൊട്ടിക്കലാശത്തിന് പോലും പ്രിയങ്ക ഗാന്ധി മണ്ഡലത്തിലുണ്ടായിരുന്നു. അതിനുശേഷം മാധ്യമങ്ങളിലൂടെ നന്ദി പറയുന്നു, റിപ്പോർട്ടറിലൂടെ പലതവണ പ്രതികരിക്കുകയും ഒക്കെ ചെയ്തതാണ് നമ്മുടെ മുബഷീറിനോട്. പ്രിയങ്ക ഗാന്ധി എന്നായിരിക്കും തിരിച്ച് മണ്ഡലത്തിലെ ജനങ്ങളെ നേരിട്ട് കണ്ട് ഒരു താങ്ക്സ് ഗിവിംഗ് സെഷൻ ഉണ്ടാകുമോ? അങ്ങനെ എന്തെങ്കിലും ആലോചിക്കുന്നുണ്ടോ ഇപ്പോൾ കോൺഗ്രസ്? സുജയ, സംശയമില്ല, ഏറ്റവും അടുത്ത ദിവസം തന്നെ പ്രിയങ്ക ഗാന്ധി എത്തും. നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് പ്രിയങ്ക ഗാന്ധി വോട്ടർമാരെ കാണാനെത്തുന്നത് ഈ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമായിരിക്കുമെന്നാണ്. അതിന് മുമ്പേ വരാനുള്ള ആലോചനയുണ്ടായിരുന്നു. പക്ഷേ നിലവിൽ വ്യാഴാഴ്ച സത്യപ്രതിജ്ഞ, അതിന് തൊട്ടു പിന്നാലെയുള്ള ദിവസങ്ങളിൽ മണ്ഡലത്തിലുടനീളം സഞ്ചരിച്ച് ഓരോ നിയമസഭാ മണ്ഡലത്തിലും വോട്ടർമാരെ കണ്ട് നന്ദി പറഞ്ഞ് മടങ്ങുന്ന രീതിയിൽ തന്നെയാണ് പരിപാടികൾ കോൺഗ്രസ് നേതൃത്വം ആസൂത്രണം ചെയ്യുന്നത്. ഏതായാലും അടുത്ത ദിവസം തന്നെ എപ്പോഴാണ് പ്രിയങ്ക ഗാന്ധി എത്തിച്ചേരുക എന്ന് കൃത്യമായി അറിയാൻ കഴിയും. കാരണം പ്രിയങ്ക ഗാന്ധിയുടെ കന്നി അംഗമാണ്, പാർലമെൻറ്റിൽ ആദ്യമായി എത്തുന്നതാണ്. അതിന് വയനാടിനോടുള്ള വലിയ കടപ്പാടും നന്ദിയും പ്രിയങ്ക ഗാന്ധിക്കുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും രാഹുൽ ഗാന്ധിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കൂടുതൽ സമയം പ്രിയങ്ക ഗാന്ധിക്ക് ഈ മണ്ഡലത്തിൽ ചെലവഴിക്കാൻ കഴിയും. കാരണം രാഹുൽ ഗാന്ധിക്ക് വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട് പ്രിയങ്ക ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ സൗത്ത് ഇന്ത്യയിൽ ഒരുപക്ഷെ കൂടുതൽ സമയം ചെലവഴിച്ച് പാർട്ടി കൂടുതൽ ശക്തമാക്കാൻ അങ്ങനെയുള്ള ആലോചനകൾ പ്രിയങ്ക ഗാന്ധിയുടെ ഭാഗത്തുനിന്നുണ്ടാകും. മാത്രവുമല്ല, കേരളത്തിലെ പാർട്ടിക്ക് പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യം ഒരു കരുത്തു തന്നെയാണ്.
തന്നെയാണ്. പക്ഷേ ഇപ്പുറത്ത് പാലക്കാട്ടേക്കൊക്കെ പോകുമ്പോൾ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ വലിയ ആവേശമുണ്ടാകുന്ന രീതിയിൽ മുന്നേറ്റം, ചരിത്ര വിജയമുണ്ടായെങ്കിൽ പോലും തൊട്ടടുത്തുള്ള ചേലക്കരയിലെ ഈ പരാജയം മാത്രമല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സർക്കാർ വിരുദ്ധ തരംഗം അത് വേണ്ടത്ര രീതിയിൽ അത് ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു വിലയിരുത്തലിലേക്ക് പ്രാഥമികമായി കോൺഗ്രസ് നേതൃത്വം എത്തുന്നുണ്ട്. കാരണം പെൻഷൻ മുടങ്ങിയത്, അതുപോലെ തന്നെ സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശിക, അവർക്ക് ശമ്പള പരിഷ്കരണമില്ല, ഇങ്ങനെ തുടങ്ങിയ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ടായിട്ടും ഈ പ്രശ്നങ്ങളൊന്നും കൃത്യമായി ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു വിലയിരുത്തലുണ്ട്. കാരണം അതുകൊണ്ട് തന്നെയാണ് ചേലക്കരയിൽ ഇങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടാകാനുള്ള കാരണം മൂന്നിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അതിൽ രണ്ടും സിറ്റിംഗ് സീറ്റുകളാണ്. ഇപ്പോൾ പാലക്കാട്ടാണെങ്കിൽ വലിയ രീതിയിൽ അവിടെ പാലക്കാട് നഗരസഭയിലെ ഭരണവിരുദ്ധ വികാരമുണ്ട്. ആ ഭരണവിരുദ്ധ വികാരമടക്കം BJPക്ക് അനുകൂലമായി കഴിഞ്ഞ കാലങ്ങളിൽ ചിന്തിച്ച വോട്ടുകൾ UDFിലേക്ക് എത്താൻ ഒരു കാരണമായിട്ടുണ്ട്. അതിനൊപ്പം തന്നെ മറ്റ് പല ഘടകങ്ങൾ ഇതേപോലെ BJPയിൽ നിന്നും CPMനും ഈ കൽപ്പാത്തി അടക്കമുള്ള മേഖലകളിൽ നിന്നും LDF സ്ഥാനാർത്ഥി സരിന് വോട്ട് കിട്ടി, രാഹുൽ മാങ്കൂട്ടത്തിനും വോട്ട് കിട്ടി. അതിന് പുറമെ ഈ SDPI ഉൾപ്പെടെയുള്ള സംഘടനകളുടെ വോട്ടും കൃത്യമായി UDFിലേക്ക് എത്തിക്കാൻ സാധിച്ചു. അത് വിജയം ആശ്വാസമാണെങ്കിൽ പോലും ഇപ്പുറത്ത് ചേലക്കരയിലെ പരാജയത്തിൻ്റെ പരിശോധനയിലേക്ക് കോൺഗ്രസ് നേതൃത്വം കടക്കാൻ സാധ്യതയുണ്ട്. കാരണം 2026 തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഒരു സൂചനയാണോ ചേലക്കരയിലെ ഈ തെരഞ്ഞെടുപ്പ് ഫലമെന്ന ഒരു ആശങ്കയുണ്ട്. അത് പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരുക്കമാകും. കാരണം അത്രയേറെ പ്രവർത്തനം ചേലക്കരയിൽ കോൺഗ്രസ് നേതൃത്വം UDF നേതൃത്വം നടത്തിയിരുന്നു. ഏതാണ്ട് 3 മാസത്തിലേറെ അഡ്വക്കേറ്റ് PM നിയാസും VP സജീന്ദ്രനും ഉൾപ്പെടെയുള്ള KPCCയുടെ ഏറ്റവും പരിചയസമ്പന്നരായ ഭാരവാഹികളെ അവിടെ നിർത്തി, അവർ അവിടെ താമസിച്ച് പ്രവർത്തനങ്ങൾ നടത്തി. പ്രാദേശികമായി പാർട്ടിയുടെ ബൂത്ത് കമ്മിറ്റികൾ പുനഃസംഘടിപ്പിച്ചു. അങ്ങനെ മുകളിലോട്ടുള്ള എല്ലാ കമ്മിറ്റികളും സജ്ജമാക്കി പ്രവർത്തനവുമായി മുന്നോട്ട് പോയി. പക്ഷേ ആ പ്രതീക്ഷിച്ച ഒരു മുന്നേറ്റം അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, വലിയ തിരിച്ചടി ഉണ്ടായെന്ന വിലയിരുത്തലിലേക്ക് UDF നേതൃത്വം എത്തുന്നുമുണ്ട്. സുജിയ.